Maima teacher. Welcome to Maima teacher physics classroom Inspect Naturally. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the heating effect of electricity and its uses for class 10. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോയിന്റ്സുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹീറ്റിംഗ് കോയിൽ, സേഫ്റ്റി ഫ്യൂസ്, ഓവർലോഡിംഗ്, ഷോർട്ട് സർക്യൂട്ട്, ആംബ്രേജ്, ഗേജ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. കേട്ടോ? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണരുത്. ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളുടെ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത് അതാണ് ലാസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടോ? അപ്പൊ ഇതിനകത്ത് നമുക്ക് നേരത്തെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള ടോപ്പിക്കില്, ജൂൾസ് ലോ ഒക്കെ വെച്ചിട്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ട ശേഷം ഈ വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. കേട്ടോ? അപ്പൊ ഈ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ചെയ്തിട്ട് നമ്മുടെ വീടുകളിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കി. ഏതൊക്കെയാണ്? Appliances using for heating effect of current, it is toaster, iron, kettle, stove, water heater, then microwave oven, induction cooker, heating coils, then fuse wires. അപ്പോൾ കണ്ടതില് നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റിംഗ് കോയിലും സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് മാത്രമാണ്. കേട്ടോ? ബാക്കിയെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണേന്നുള്ളത്. ഇതെങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്? അവിടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. കേട്ടോ? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അപ്പൊ ഹീറ്റിംഗ് കോയിലില് നിങ്ങൾ എന്താ കണ്ടത്? ഇപ്പം ഹീറ്റിംഗ് കോയിലില് അവിടെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു കോയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ഏത് കോയിലാ യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത്? ഏതാണ്? നിക്രോം. നിക്രോം നിക്രോം എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ അലോയ് ആണ്? നിക്കൽ, ക്രോമിയം ആൻഡ് അയേൺ. ഈ മൂന്നിന്റെയും കൂടെ ഒരു അലോയ് ആണ് നിക്രോം. അപ്പൊ ഈ ഹീറ്റിംഗ് കോയിലില് നിക്രോം യൂസ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കണം? ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ഹൈ മെൽട്ടിംഗ് പോയിന്റ്. പെട്ടെന്ന് അത് ഉരുകില്ല. റെഡ് ഹോട്ട് കണ്ടീഷനിൽ റിമെയിൻ ചെയ്യും വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. നെക്സ്റ്റ് കണ്ടീഷൻ, തെർമൽ എക്സ്പാൻഷൻ നെഗ്ലിജിബിൾ ആണ്. എത്ര ചൂടായാലും എൻ്റെ എക്സ്പാൻഷൻ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ് എന്ത്? സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിലെ മെയിൻ ആയിട്ടുള്ളത് ഫ്യൂസ് വയർ തന്നെയാണ്. ഫ്യൂസ് വയർ ഇറ്റ് ഈസ് an alloy of tin and lead. മനസ്സിലായോ? അപ്പൊ ഈ ഫ്യൂസ് വയർ, അപ്പൊ ഈ ടിന്നും ലെഡും യൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കണം? നേരത്തെ കേസിൽ ഹീറ്റിംഗ് കോയിലിന്റെ കേസിൽ നിക്രോമിന് എന്ത് കൂടുതലായിരുന്നു? ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആയിരുന്നു അല്ലെ? പെട്ടെന്നൊന്നും ഉരുകാൻ പാടില്ല. ഈ സേഫ്റ്റി ഫ്യൂസ് വയറിന് ലോ മെൽട്ടിംഗ് പോയിന്റ് ആണ്. ലോ മെൽട്ടിംഗ് പോയിന്റ് എന്തായിരിക്കണം? ലോ മെൽട്ടിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ, കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് മെൽറ്റ് ചെയ്തില്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്ക് ആവില്ല അല്ലേ? അപ്പൊ നമ്മളുടെ എക്യുപ്മെന്റ്സും എല്ലാം ഡാമേജ് ആയി പോകും. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോന്റെ സമയത്ത് ഈ ഫ്യൂസ് വയർ നമ്മളുടെ എക്യുപ്മെന്റ്സിനും നമ്മൾക്കും സേഫ്റ്റി ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അതെങ്ങനെയാണ്? നിങ്ങൾ ഇവിടെ കുറച്ച് ഫ്യൂസ് വയേഴ്സ്, സേഫ്റ്റി ഫ്യൂസസ് ഒക്കെ ഒന്ന് നോക്കിക്കേ, ഒന്ന് കണ്ടു നോക്കിയേ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഒരുപാട് വേറെ പല ടൈപ്പ് ഓഫ് സേഫ്റ്റി ഫ്യൂസുകളാണ് നമ്മളുടെ വീടുകളില് അല്ലെങ്കിൽ ഓഫീസസിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ? ഓരോ എക്യുപ്മെന്റ്സിനും ഓരോ രീതിയിലുള്ള സേഫ്റ്റി ഫ്യൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഏതെങ്കിലും തരത്തില് ഹ്യൂജ് എമൗണ്ട് ഓഫ് കറന്റ് വരികയാണെങ്കിൽ, അപ്പൊ ഹ്യൂജ് എമൗണ്ട് ഓഫ് കറന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലായിരിക്കാം ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോ ചെയ്യാം? എങ്ങനെയായിരിക്കും? രണ്ട് രീതിയിലാണ് അവിടെ ഉണ്ടാവുന്നത്. ഓവർലോഡിംഗ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. ഓവർലോഡിങ്ങിലും ഷോർട്ട് സർക്യൂട്ടിലും.
അപ്പൊ എന്താണ് ഓവർലോഡിങ്? അതിന്റെ പേരിൽ തന്നെയുണ്ട് ഓവർലോഡിങ്. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അവിടെ നമ്മള് ഞാനൊരു പിക്ചർ കാണിച്ചു തരാം, നോക്കൂ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരുപാട് ഡിവൈസസ് നമ്മള് ഒരൊറ്റ കണക്ഷനിൽ കൊടുത്തിരിക്കുന്നു അല്ലെ? അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾക്ക് ആ ഒരു സർക്യൂട്ടിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവർലോഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാറ്ററിയിൽ നമ്മൾ ഒരുപാട് സർക്യൂട്ടുകൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ സർക്യൂട്ടുകളൊക്കെ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് വരയ്ക്കുക അല്ലെ? നെഗറ്റീവും പോസിറ്റീവ് എൻഡിൽ നിന്ന് വരുന്നത് ഒരു റെസിസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇനി ഈ റെസിസ്റ്റൻസ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അതായത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും വരുന്ന വയറും നെഗറ്റീവ് ടെർമിനലിൽ നിന്നും വരുന്ന വയറിൽ ഇടയിൽ ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ നമ്മൾ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ എങ്ങനെയാണ് ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ പിക്ചർ ഇരിക്കണേന്ന്. എന്താ നമ്മൾ കണ്ടത്? എന്താണ്? സ്പാർക്കിംഗ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? അതായത് ഈ പോസിറ്റീവ് എൻഡിൽ നിന്നും ഈ നെഗറ്റീവ് എൻഡിൽ നിന്നും വരുന്ന വയറിന്റെ ഇടയിൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് സ്പാർക്കിംഗ് ഉണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറന്റ് നമ്മളുടെ മെയിനിൽ കൂടി ഫ്ലോ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളുടെ അപ്ലയൻസസ് കണക്ട് ചെയ്തിരിക്കുന്നത് എല്ലാതും തന്നെ ഡാമേജ് ആയി പോകും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഫ്യൂസ് എവിടെയാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക? അറ്റ് ദ ബിഗിനിങ് ആണോ അറ്റ് ദ എൻഡിലാണോ കണക്ട് ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെയാണ് സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുക? സേഫ്റ്റി ഫ്യൂസ് എപ്പോഴും കണക്ട് ചെയ്യുന്നത് സർക്യൂട്ടിന്റെ ബിഗിനിങ് സെക്ഷനിലാണ് കേട്ടോ. എവിടെ നിന്നാണോ കറന്റ് ഫ്ലോ ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സേഫ്റ്റി ഫ്യൂസ്. അല്ലാതെ ഇപ്പൊ ആ എക്യുപ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മളൊരു സേഫ്റ്റി ഫ്യൂസ് വെച്ചിട്ട് കാര്യമുണ്ടോ? അത് ഡാമേജ് ആയി പോയിട്ട് സേഫ്റ്റി ഫ്യൂസിൽ കൂടെ വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ സേഫ്റ്റി ഫ്യൂസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി സർക്യൂട്ടിലാണ് നമ്മൾ വെക്കുന്നത്. മനസ്സിലായോ? ഇനി സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാ കണക്ട് ചെയ്യുക? രണ്ട് തരത്തിലുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെ രീതിയിലുള്ള കണക്ഷനാണ് പറഞ്ഞിരുന്നത്? സീരീസും പാരലലും. സീരീസ് കണക്ഷനും പാരലൽ കോമ്പിനേഷനും അല്ലെ? നമ്മൾ റെസിസ്റ്റൻസിന്റെ കേസിൽ പറഞ്ഞിരുന്നു. ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ, അതൊന്ന് കാണുക. അപ്പൊ എന്താണ് സീരീസ് കണക്ഷന്റെയും പാരലൽ കണക്ഷന്റെയും പ്രത്യേകത? പാരലൽ കണക്ഷനിലാണെങ്കിൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റും കറന്റ് ബ്രാഞ്ചസിലേക്കും ഡിഫറെന്റ് കറന്റ് ആണ് ഫ്ലോ ചെയ്യുക. അപ്പൊ അങ്ങനെ പാരലൽ ആയിട്ട് നമ്മൾ ഈ സേഫ്റ്റി ഫ്യൂസ് വെച്ചോണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴും സേഫ്റ്റി ഫ്യൂസ് സർക്യൂട്ടിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അതായത് ആ സർക്യൂട്ടിൽ എത്രമാത്രം കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് അത് മുഴുവൻ സേഫ്റ്റി ഫ്യൂസിലൂടെ ഫ്ലോ ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ ഓൾറെഡി അതിനൊരു ഹീറ്റ് ഉണ്ടാവില്ലേ ചോദ്യം ഉണ്ടാവും അല്ലെ? എന്താ വെച്ചാൽ ഇത് ഹീറ്റ് കാരണമാണല്ലോ മെൽറ്റ് ചെയ്ത് പോണത്. ഓക്കെ, അതായത് സർക്യൂട്ടിലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു നിമിഷം തൊട്ടിട്ട് കറന്റ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ടൈം തൊട്ടിട്ട് സേഫ്റ്റി ഫ്യൂസ് ചൂടായിക്കൊണ്ടേനെ ഇരിക്കും, ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ഹീറ്റ് അതിനെ ഉരുക്കുന്നില്ല, അതിനെ മെൽറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സേഫ്റ്റി ഫ്യൂസ് മെൽറ്റ് ആവും. മനസ്സിലായോ? അങ്ങനെ ആ ഒരു ഡാമേജ്, നമ്മുടെ എക്യുപ്മെന്റ്സ് ഡാമേജ് ആവാതിരിക്കാനും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഡാമേജ് പൊട്ടിത്തെറിച്ച് പോവുകയും ചെയ്യും. നമ്മുടെ വീടുകൾക്ക് എന്ത് സംഭവിക്കും? തീ പിടിക്കുകയും ചെയ്യും. നമ്മൾ ഫ്യൂസ് വയറിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സിലും, നമ്മുടെ വീടിലത്തെ എല്ലാ എക്യുപ്മെന്റ്സിലും ഒരേ സേഫ്റ്റി ഫ്യൂസ് ആണോ യൂസ് ചെയ്യണത്? ആണോ? ഇപ്പൊ ഞാൻ കാണിച്ച പിക്ചറിലെ എല്ലാത്തിനും ഒരേ രീതിയിലാണോ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തൊക്കെയാണ് ഒന്ന് നോക്കി നോക്കിയേ. അപ്പൊ അതിനകത്ത് A എന്ന് കാണിച്ചത് അതിന്റെ ആംബറേജ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ ആംബറേജ്?
അതായത് ഓരോ എക്യുപ്മെന്റ്സിനും ഡിഫറെന്റ് കറന്റ് ആണ് ഫ്ലോ ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സേഫ്റ്റി ഫ്യൂസ് ആണ് ഓരോ എക്യുപ്മെന്റ്സിലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ആംബറേജ്? ആംബറേജ് എന്ന് പറയുന്നത് എന്താണ്? ആംബറേജ് എന്താണ് ഈ ആംബറേജ്? ആംബറേജ് എന്ന് പറയുന്നത് the power of the equipments to the voltage applied. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംബറേജ്. ആംബറേജ് is directly proportional to amperage increases with the increase in thickness of wire. Increase in thickness of wire. വയറിന്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് ആംബറേജും ഇൻക്രീസ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഇവിടെ വേറൊരു ടേമും കൂടെ ഉണ്ട്, ഗേജ്. ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എത്രമാത്രം കറന്റ് ഒരു വയറിൽ കൂടി ഫ്ലോ ചെയ്യുന്നു അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ടേമാണ് ഗേജ്. ഈ ഗേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ thickness of wire. thickness of wireന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഗേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി ആംബറേജും ഗേജ് എന്ന് പറയുന്നത് കേട്ടല്ലോ. thickness of the wire ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഗേജ് ഡിക്രീസ് ആവുകയും ആംബറേജ് ഇൻക്രീസ് ആവുകയും ചെയ്യും കേട്ടല്ലോ. ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുകയാണ്, ഹൗ ഈസ് ദ ഫ്യൂസ് വയർ കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇറ്റ് ഈസ് in series with the phase line. സീരീസ് ആയിട്ട് എന്ന് വെച്ചാൽ സെയിം കറന്റ് അതിൽ കൂടി ഫ്ലോ ചെയ്യണം, അതുകൊണ്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സെക്കൻഡ്, ഡു നോട്ട് യൂസ് കോപ്പർ വയർ ഓർ തിക് വയർ. കോപ്പർ വയറും അല്ലെങ്കിൽ തിക് വയറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കോപ്പർ വയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവില്ല. നമ്മൾ യൂസ് ചെയ്യേണ്ട വയർ എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഇതായിരിക്കണം. അത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന് നേരത്തെ പറഞ്ഞത്? ടിന്നിന്റെയും ലെഡിന്റെയും കേട്ടല്ലോ. അടുത്തത്, ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രൊജക്റ്റഡ് ഔട്ട് ഫ്രം ദ കാരിയർ ബേസ്. അത് നല്ല രീതിയിൽ അത് കാരിയർ ബേസിൽ തന്നെ ഇരിക്കണം. അതിന്റെ എൻസുകളൊന്നും പുറത്തേക്കുള്ള രീതിയിൽ ആവാൻ പാടില്ല. ദ എൻഡ്സ് ഓഫ് ദ ഫ്യൂസ് വയർ ഈസ് ടു ബി ഫിക്സ്ഡ് ടൈറ്റ്ലി ടു ദ ടെർമിനൽസ് ഓഫ് ദ ഫ്യൂസ് കാരിയർ. ഫ്യൂസ് കാരിയറിൽ അത് വളരെ ഫിക്സ് ആക്കി, ടൈറ്റ്ലി ഫിക്സ്ഡ് ആക്കിയിട്ട് വേണം അതിന്റെ ഫ്യൂസ് വയറിന്റെ കണക്ഷൻ കൊടുക്കാൻ കേട്ടല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്ഷനിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഹൗ ഡസ് ദ സേഫ്റ്റി ഫ്യൂസ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് എ ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് കേട്ടോ. അപ്പൊ അതിനെങ്ങനെയാണ്? അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അത് സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. വെൻ ഒരു ഓവർലോഡിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടാവുമ്പോൾ ഓവർഫ്ലോ ഉണ്ടാവും അല്ലെ കറന്റിന്. അപ്പൊ അങ്ങനെ ഓവർഫ്ലോയിങ് കറന്റിന് എന്ത് സംഭവിക്കും? ഈ സേഫ്റ്റി ഫ്യൂസ് മെൽറ്റ് ആവുകയും ലോ മെൽറ്റിംഗ് പോയിന്റ് കാരണം അത് മെൽറ്റ് ആവുകയും സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടാവില്ല. അതപ്പോ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നിക്രോം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? വൈ നിക്രോം ഈസ് യൂസ് ടു മേക്ക് ദ ഹീറ്റിംഗ് കോയിൽ. അപ്പൊ അത് എന്റെ ആൻസർ പറഞ്ഞു. നിക്രോമിന്റെ പെക്യുലാരിറ്റീസ് ആണ് ഇവിടെ പറയേണ്ടത്. നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് അല്ലെ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, നെഗ്ലിജിബിൾ തെർമൽ എക്സ്പാൻഷൻ ആണ്, ഇറ്റ് ക്യാൻ റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ for long time without get oxidized. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, the power of 200 volt electrical device is 500 watt. What will be the amperage of the fuse wire suitable for this device? Amperage കണ്ടുപിടിക്കാൻ അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2 ampere, 2.5, 3. ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ആംബറേജ്, അപ്പൊ എന്താണ് ഇക്വേഷൻ? നമ്മൾ നേരത്തെ എഴുതിയിരുന്നതാണ് ആംബറേജ് എന്ന് പറയുന്നത്. ആംബറേജ് ഇസ് ഈക്വൽ ടു പവർ ഓഫ് ദ ഡിവൈസ് അല്ലെ, പവർ ഓഫ് ദ ഡിവൈസ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. ഇവിടെ
പവർ എന്ന് പറയുന്നത് 500 എന്നാ തന്നിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 200 ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് 0 0 ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.5 എന്നാണ് ആൻസർ. അപ്പൊ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് എത്ര? 2.5 ആംപിയർ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ആംബറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 2.5 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഏതാണ് ആൻസർ? ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഇത് 2, ഇത് 2.5, 3. അപ്പൊ ഗ്രേറ്റർ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രേറ്റർ വാല്യൂ ഇവിടെ 3 ആംപിയർ ആണ് അല്ലേ? അപ്പൊ എത്രയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആൻസർ എത്രയാണ്? 3 ആംപിയർ. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കണം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടല്ലോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. And if you want to get the notification, please press the bell button. Okay, see you on another section. Bye.